നീ പണിക്കാർത്തിയല്ലേ, ജോലിന്റെ പെണ്ണല്ലേ? അതെ, ഞാനും ജോലി എടുക്കുന്നവൻ, നമ്മളെ മംഗലാവാ. ഇത് കേട്ടവിടെ ആശുറാ ബീവിയുടെ ഒരു കല്ലുണ്ടായി, വലിച്ചവന്റെ വലിച്ചെറിഞ്ഞിട്ട് ഇവന്റെ തലക്ക് കിട്ടി ഇത്രക്കുള്ള കോളി വച്ചേ. മോശമില്ല, അവറിഞ്ഞതല്ലേ, മുണ്ടാതെ പോയി. ആശുറാ ബീവി പോരന്റെ ഉള്ളിലേക്ക് കയറി, പടച്ചവനെ എനിക്ക് നീ സൗന്ദര്യം തന്നിട്ടുണ്ടല്ലോ, ആണ് ശൈത്താന്റെ ശരണത്തുത്തി എന്നെ നീ കാക്കണേ അല്ലാ. ആണുങ്ങളിൽ നല്ലവരുണ്ട്, എന്റെ വീട്ടിലുള്ള അറബി നല്ല ആളാ, നല്ല പടച്ചവനെ നീ കാക്കണേ അല്ലാ. ആശുറാ ബീവി ഇവിടെ ഇരുന്നു. അന്ന് ജാവുമാണാകുമ്പോ അറബി കച്ചവടം ചെയ്തിട്ട് വന്ന് അയാൾ പോയിട്ട് 1 മാസമായിട്ടുണ്ട് കച്ചവടത്തിന്. വന്നിട്ട് ആശുറാ ബീവിനെ കണ്ട്, പെഞ്ഞായിനെ കണ്ട്, കുഞ്ഞിനെടുത്ത് മുത്തി വന്നിട്ട് ചോറെല്ലാം വെച്ച്, അങ്ങനെ സമയം ഒരു 10 മണിയാകുമ്പോ കുഞ്ഞിന്റെ ഉമ്മ കുഞ്ഞിക്ക് മുലപ്പാൽ കൊടുത്ത് ആശുറാന്റെ കയ്യിൽ കിടാവിനെ കുഞ്ഞിനെ കൊടുത്ത്, അറബിന്റെ പെഞ്ഞായി പോയിട്ട് അവിടെ കാണുന്ന ആ റൂമിൽ അവർ കിടന്നുറങ്ങി. ആ റൂമിന്റെ അടുത്ത് നീണ്ട ഒരു ഹോളുണ്ട്, ഈ ഹോളിലാണ് തൊട്ടിൽ കെട്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ആശുറാ ബീവിന്റെ റൂമാണ്, അവിടെയാണ് ആശുറാ ബീവി നിസ്കരിക്കുന്നത്, അതുപോലെ തന്നെ ഉറങ്ങുന്നത്. അറബിന്റെ പെഞ്ഞായി ഇവിടെ കിടന്നപ്പോ ആശുറാ ബീവി കുഞ്ഞിനെടുത്ത് ഒന്നിങ്ങനെ ചുംബിച്ചു, തമ്പുരാനെ എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹജ്ജിക്ക് പോയതാണ്, തിരിച്ചു വരുമ്പോ ഞാനില്ല, ഞാൻ മരിച്ചു എന്ന് കരുതും, എനിക്ക് ഇങ്ങനെയെങ്കിലും നീ ഒരു കുഞ്ഞിനെ തന്നല്ലോ എന്ന് പറഞ്ഞ് അതിന് ചുംബനം നൽകി, കുഞ്ഞിനെ കിടത്തി ഉറക്കി, ഒരു തുണിയൊക്കെ അതിന് പാപ്പിച്ചു. ആശുറാ ബീവി നേരെ റൂമിലേക്ക് പോയി. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് രാത്രി ഉറക്കില്ലല്ലോ, അവർ ദിക്റും തസ്ബീഹാണ്. കുറെ സമയം ഇങ്ങനെ ദിക്റും തസ്ബീഹും ചൊല്ലി, അങ്ങനെ രാത്രി കുറെ കഴിഞ്ഞപ്പോ കുറച്ച് ഉറങ്ങണം, ഉറങ്ങില്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. ആശുറാ ബീവി അല്പം ഇങ്ങനെ ഉറങ്ങി. ആ ഉറങ്ങിയ സമയത്തിലാണ് അതാ അറബിന്റെ വീട്ടിന്റെ വാതിൽ മെല്ലെ ഇങ്ങനെ തുറന്നു. ഏതോ ഒരുത്തൻ കറുകറുത്ത കോട്ട് ധരിച്ച്, കയ്യിലേക്ക് കറുത്ത കവർ ധരിച്ച്, കാലിലേക്ക് കറുത്ത ശൂഷണിഞ്ഞ്, 2 കണ്ണ് മാത്രം പുറത്ത് കാണുന്നു. അവന്റെ കയ്യിൽ ചെറിയ ഒരു വെളിച്ചമുണ്ട്, ഒരു ചിമണിയുണ്ട്, ഒരു വിളക്കുണ്ട്. കയ്യിലതാ നല്ല കളകള മിന്നൽ പ്രകാശമുള്ള ഒരു ബാളുണ്ട്. ഇതും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ മെല്ലെ 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 നടന്നു 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 നേരെ വരുന്നു. ആ വരുമ്പോഴതാ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു കൂറ്റ്, എന്തറിയോ? ഇതെന്റെ ഹാർട്ട് മുട്ടുന്ന ശബ്ദം, ആര് കണ്ടിട്ടുണ്ട? നേരെ വന്ന് ഈ കുഞ്ഞിനെ കിടത്തിരിക്കുന്ന തൊട്ടിന്റെ അടുത്തവൻ നിന്നു. തന്റെ കയ്യിലുള്ള ചിമ്മിനി, ആ വിളക്ക് ഒന്ന് ലേശം മേലോട്ട് പവർ കൂട്ടി അവിടെ വെച്ച്, അങ്ങ് നോക്കുമ്പോ കുഞ്ഞിന്റെ ഉമ്മയും ഉപ്പയും അറബിന്റെ ഭാര്യ അവിടെ കിടന്നുറങ്ങുന്നു. ആശുറാ ബീവി ഈ ഭാഗത്ത് കിടന്നുറങ്ങി എണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുജൂദിലാണുള്ളത്. 2 ഭാഗ്യം നോക്കിയിട്ട് തന്റെ അരയിലുള്ള ബാള് മേലോട്ട് ഇവൻ ഉയർത്തി. അവിടെ ആശുറാ ബീവി സുജൂദിലാണ്. ഇവിടെ ഈ കുഞ്ഞിന്റെ ഉപ്പയും ഉമ്മയും ഉറങ്ങുന്നുണ്ട്. ആ 8-9 തിരിയാത്ത 5-8 മാസം മാത്രമായിട്ടുള്ള കുഞ്ഞു കരള് മോന്റെ ആ നെഞ്ചിലുള്ള ആ നേർത്ത തുണി അങ്ങ് വലിച്ചെടുത്ത് ഇവന്റെ ഈ വാള് നേരെ ആ കുഞ്ഞിന്റെ നെഞ്ഞിക്ക് നേരെ കുറുന്നീനെ അറുത്തിടുന്നേ, ആറ്റക്കനി മോനെ കൊല ചെയ്യുന്നേ. നിമിഷം പലതെല്ലാം കഴിഞ്ഞു പോയി, ഉമ്മ മകനെന്ന് നളർത്തിടുന്നേ. റബ്ബേ ഇതെന്തൊരു ക്രൂരതയാണോ, സഹിക്കാൻ സ്വബറില്ല പരീക്ഷണമാണോ. ഇതു കേട്ടുടൻ ജനം അടുത്തിടുന്നേ, കുരുന്നിൻ സ്ഥിതി കണ്ടിട്ടവർ ഞെട്ടുന്നേ. ഇത് കേട്ടുടൻ ജനം അടുത്തിടുന്നേ, കുരുന്നിൻ സ്ഥിതി കണ്ടിട്ടവർ ഞെട്ടുന്നേ. അല്ലാ അല്ലാ അല്ലാ
അല്ലാ അല്ലാ ഉടനെ കുറുനീനെ അറുത്തിടുന്നേ ആറ്റക്കനി മോനെ കൊല ചെയ്യുന്നേ നിമിഷം പലതെല്ലാം കഴിഞ്ഞു നീങ്ങി ഉമ്മ മകനെന്ന് നലർത്തിടുന്നേ ആ മനുഷ്യന്റെ വാളതാ എട്ടുമ്പത്തും തിരിയാത്ത കാലിന്റെ ചോപ്പ് പോലും അറിയാത്ത ഉമ്മാന്റെ മുലപ്പാലല്ലാതെ മറ്റൊന്നും കുടിക്കാത്ത ആ കുഞ്ഞിക്കിടാവ് തൊട്ടിൽ കിടന്ന് പറങ്ങുകയാണ്. ആ കുഞ്ഞിന്റെ നെഞ്ഞിക്ക് നേരെ ആ കുഞ്ഞിക്കൊന്ന് അനങ്ങാനും പോലും പറ്റില്ല. രണ്ട് തുണ്ടമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് കണ്ടായി, രണ്ട് പൂളായി ആ കുഞ്ഞി. ചോര ഇങ്ങനെ തൊട്ടിൽ ഇങ്ങനെ തളം കെട്ടു നിന്നു. ആശൂറ, ഇത് നിന്നോടുള്ള പ്രതികാരമാണ് ഇവൻ പറയാ മനസ്സിന്റെ ഉള്ളിൽ. എന്നിട്ട് ഈ ചോര പുരണ്ട വാളിനെ മെല്ലെ കൊണ്ടുപോയിട്ട് ആശുറ ബിബി സുജൂദിലാണ്, തഹജ്ജുദിലാണ്. ആശുറ കിടക്കുന്ന പായിന്റെ അടിയിൽ ഇവൻ വെച്ചു. നല്ല പുറത്തു പോയി പാതലിട്ട്, എന്നിട്ട് മുഖത്തിന്റെ കവറെടുത്ത് ഷർട്ടെല്ലാം എടുത്തു നോക്കും. ഇവൻ ആരാ? ഇന്ന് സുബൈക്ക് ആശുറ ബിബി കല്ലെറിഞ്ഞില്ലേ? അറബിന്റെ പോരന്റെ പണിക്കാരനാണ്. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന കുറെ ആണ്ടായി, കുറെ വർഷം ഇവൻ അറബിന്റെ വിശ്വസ്തനായ മനുഷ്യനായിരുന്നു. ഇവനാണ് ഈ ചെയ്ത പണി. പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, ഒരു 2 മണി രാത്രിയായപ്പോ അറബിന്റെ പെഞ്ഞായിക്ക് ഇഷാറത്തായി. കുഞ്ഞിന്റെ ഉമ്മാക്ക് ഒരേ കിടാവല്ലേ, എത്രയോ നേർച്ച വെച്ചിട്ട് കിട്ടിയതാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു കുഞ്ഞ് മാത്രം, ഇനി നീ പ്രസവിക്കാറില്ല. അത്രയും പുരുഷത്തിന്റെ കുഞ്ഞാണ്. ഉമ്മ 2 മണിക്ക് എണിച്ച് ഒരു ചിമ്മിണി കയ്യിൽ പിടിച്ച് കുഞ്ഞിക്ക് മുലപ്പാട് കൊടുത്തു വരാം എന്ന് കരുതി നേരെ തൊട്ടിലടുത്തേക്ക് വന്ന് കാല് നീട്ടിയിരുന്ന് വെളിച്ച് മേലോട്ടാക്കി ഇങ്ങനെ കൈ കൊണ്ടുപോകുമ്പോ ഉറക്കിന്റെ കണ്ണല്ലേ, കൈയെല്ലാം നനഞ്ഞു പോയി, ചണ്ടിയായി. ഓ, കുഞ്ഞ് മൂത്തിരിച്ചോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനിങ്ങനെ തൊടാൻ വേണ്ടി പോകുമ്പോ സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉമ്മാന്റെ മുന്നില് ഒരു കുഞ്ഞിനെ അറുത്തിട്ടത് കണ്ടാൽ എന്തവസ്ഥയായിരിക്കും? ആ ഉമ്മ വിളിച്ചു അല്ലാ എന്ന് പറഞ്ഞ് ഇവിടെ വീണപ്പോ അറബി ഓടി വന്ന്, ആശുറ ഓടി വന്ന്, അറബിന്റെ പണിക്കാരനോടി വന്ന്, എല്ലാരും ഓടിയെത്തി. ചുറ്റുഭാഗം വീട്ടിലുള്ള എല്ലാരും വന്ന്, ഇത്ര ചെറിയ കുഞ്ഞിനെ ആര് കൊന്നു? ആര് കൊന്നു? ആര് കൊന്നു? ഒരു പിരാന്തം പറഞ്ഞു, ഇത് കൊന്നത് ഉപ്പായിരിക്കോ? ഈ ചില ആളെ വെറുതെ വന്നിട്ടുമുണ്ട്. ചിലടത്ത് എന്തെങ്കിലും ഒരു പിത്തിനെ വണ്ണേ, ചിലടത്ത് പാട്ടിനടുത്ത് വരും, ദൂരെ പോയി നിൽക്കൂ, നല്ല പാട്ടല്ലേ, മൈക്ക പോരാ, മൈക്കരുത്, അപ്പുറത്ത് പോയിട്ട് നല്ല പാട്ടല്ലേ, പാട്ട് പോരാ, അവൻ കേട്ടിട്ടില്ല, വന്നിട്ടില്ല, മൈക്കരുത് എത്തിയിട്ടില്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം. അങ്ങനെ ചില ആൾക്കാർ ഇടക്ക് കൂടി പറയും. അങ്ങനെയുള്ള ചില ആളുണ്ട്. ഒരുത്തൻ പറഞ്ഞു, ഇത് കുഞ്ഞിന്റെ ഉപ്പായിരിക്കും കൊന്നിരിക്കും, നിനക്കെന്ത് പിരാന്തര? കിടാവിന്റെ ഉപ്പ കിടാവിനെ കൊല്ലോ? കൊല്ലലല്ലേ? അത് ശരി. കിടാവിന്റെ ഉമ്മക്ക് എന്ത് പിരാന്ത്? ഉമ്മ അതവിടെ ബോധക്ഷമായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഉമ്മ അവർ തപ്പി പൂണുപോയിടവിടെ. പിന്നെ ഒരു പെണ്ണുണ്ടല്ലോ ഇവിടെ, ആ പെണ്ണായിരിക്കോ? ആശൂറ നല്ല പെണ്ണില്ല, പിന്നെ അവളല്ല. ആര് കൊന്നു? ആര് കൊന്നു? അതിനിടയ്ക്ക് കുഞ്ഞിന്റെ ഉമ്മാക്ക് ഇഷാറത്തായി. ആ ഉമ്മ 1000 സാപം വെക്കുന്നു. പിന്നെ പെണ്ണിന് പ്രഷർ കയറിയാൽ അങ്ങനെയല്ലേ? ആ പെണ്ണുങ്ങൾ പറയാ, എന്റെ കുഞ്ഞിനെ ആരാ കൊന്നത്? അവനെ പിടിച്ചിതാ, അവനെ ഞാൻ കൊല്ലും, അവനെ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോ ഒരാള് പറഞ്ഞ് നോക്കുമ്പോ അവിടെ ഇങ്ങനെ ചോര ഉറ്റി കാണുന്നു. വീട്ടില് പോരെ ചോര ഇങ്ങനെ ഉറ്റിട്ടുണ്ട്. നേരെ പോയി നോക്കുമ്പോ ആശുറ ബീബിന്റെ പായിന്റെ അടിയിൽ നീണ്ട പാളാണ്. ഒരുത്തൻ വിളിച്ചു പറഞ്ഞ കണ്ട, ഇത് ഇവളെ പണിയാണ്. ഇവളെ പണി എന്ന് പറയലോട് കൂടെ കുഞ്ഞിന്റെ ഉമ്മ ഓടി വന്നിട്ട് ആശുറ ബീബിനെ പിടിച്ചിട്ട് 2 ഡിമ്മിലേക്ക് ഇടിച്ചു വെച്ചിട്ട്, നീ എന്തിനാണ് ഈ പണി ചെയ്തത്? നിന്റെ വലിയ തഹജ്ജുദ് നിസ്കാരം, നീ കള്ളത്തിയായ പെണ്ണ, എന്റെ കുഞ്ഞിനൊന്ന് കൊന്നു. ആശുറ പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, എന്റെ ഇഞ്ഞാന്റെ പോലെ, എന്റെ ഈ ജ്യേഷ്ഠത്തിന്റെ പോലെയാ, ഞാൻ കൊന്നിട്ടില്ല, നീ കൊന്നു എന്ന് പറഞ്ഞപ്പോ അറബി ഓടി വന്നു, ഇല്ല ഇല്ല, നീ സബൂർ ചെയ്യ്, ഇവൾ കൊല്ലൂല. പെട്ടെന്ന് ഇവള്, ഓ എന്റെ മാപ്പിള, നിങ്ങളോട് എനിക്ക് പണ്ടേ സംശയമുണ്ട്, ഇവളെ എവിടുന്നോ നിങ്ങൾ കൊണ്ടുവന്നതാ. എന്നിട്ട് പെങ്ങള് കുഞ്ഞിനെ നോക്കാനായി
റാങ്കിനെ ഇവിടെ ഏൽപ്പിച്ച് ഇവളെ കൊണ്ട് ഈ കുഞ്ഞിനെ ഇപ്പൊ നിങ്ങൾ കൊല്ലാൻ പറഞ്ഞ് ഇവൾ കൊന്നു. ഇനിയിപ്പോ ഞാൻ പ്രസവിക്കാനില്ല, അപ്പൊ രണ്ടാമത് നിങ്ങൾക്ക് ഒരു നിക്കാഹ് കഴിയണം. ഇവളെ കയ്യാം. ഇതിനുള്ള ഹിക്മത്തല്ലേ നിങ്ങളത്? അറബിയും കുടുങ്ങിപ്പോയി. അങ്ങനല്ലടി, നീ സബുറാക്ക്. അവളതൊരു ഭ്രാന്തത്തിനെ പോലെയായി. രണ്ടാമത് ആ ഉമ്മ അവിടുന്ന് ബോധക്ഷമായി അവർ തപ്പി പൂണുപോയപ്പോ ആശുറാ ബീബി റളിയല്ലാഹു അൻഹാ ആ ഇരുട്ടുള്ള മുറിയിൽ പൊട്ടിക്കരയുന്നു, തമ്പുരാനെ എന്തിനാ റബ്ബേ എനിക്ക് ഈ സൗന്ദര്യം നീ തന്നത്? എനിക്ക് എന്തിനാണ് റബ്ബേ ഈ ചന്ത നീ തന്നത്? പടച്ചവനെ, ഞാൻ ഒറ്റക്കാണ്. എന്റെ ഈ സ്റ്റൈല് കാരണം കൊണ്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഒരു വെളിച്ചം, ഒരു ബൾബ് കത്തിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന തൗഹീദിന്റെ ഒരു വെളിച്ചം എന്റെ മനസ്സിലുണ്ട് തമ്പുരാനെ. അതിനെ നീ അണപ്പിക്കല്ലേ, അതിനെ നീ പൊളിച്ചു കളയല്ലേ, നീ സൂക്ഷിക്കണേ അല്ലാഹ് എന്ന് ആശുറ ഇങ്ങനെ കരയുമ്പോഴാണ് അറബി ആശു, ഞാൻ കൊന്നിട്ടില്ല. ഇതിൽ 200 വെള്ളിയുണ്ട്. പണ്ട് വെള്ളി പൊന്നിന്റെ കണക്കാണ്, ഉറപ്പില്ല. പെങ്ങളെ, നീ കൊന്നിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സുബൈ വരെ നീ ഇവിടെ നിന്നാൽ നിന്നെ ഇവർ ഉറപ്പ് കൊല്ലും. ഇപ്പൊ നീയാണ് കൊലയാളി. കൊന്നവൻ അല്ലാഹ് അറിയും. നീ പോ. ആശുറ ചോദിച്ചു, അല്ല ഇച്ച, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങെങ്കിലും പോ. അള്ളാന്റെ ദുനിയാ വിശാലമാണ്, പോയിക്കോ. അല്ലാഹ് ഉണ്ട്. ബഹുമാനപ്പെട്ട ആശുറാ ബീവി ആ 200 വെള്ളിന്റെ കെട്ടുമെടുത്ത് സുന്ദരിയായ ഒരു പെണ്ണ് മാത്രമാണ്. മുഖത്തിലേക്ക് ഒരു മുഖം മൂടിയിട്ട് മെല്ലയതാ പുറത്തിറങ്ങിങ്ങനെ നടക്കുകയാണ്. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, നിലാവിന്റെ വെളിച്ചമില്ല, നക്ഷത്രത്തിന്റെ കൊറ്റിന്റെ വെളിച്ചം മാത്രമുള്ളൂ. മണൽ പരപ്പാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ നല്ല പൊയ്യല്ലേ. പാറക്കല്ലുകളും പർവ്വതങ്ങളും ഗുഡ്ഡകളാണ്, പിന്നൊന്നില്ല. ആശുറാ ബീബി റളിയല്ലാഹു അൻഹാ ഇതാ നീങ്ങുന്നേ ബീവിയുമന്ന് മിഅതൈനു ദിർഹം കരമതിലേന്തി ജബലുകളും താണ്ടി നടന്നവർ സുഖതിലണഞ്ഞിടുന്നേ. ഇത നീങ്ങുന്നേ ബീവിയുമന്ന് മിഅതൈനു ദിർഹം കരമതിലേന്തി ജബലുകളും താണ്ടി നടന്നവർ സുഖതിലണഞ്ഞിടുന്നേ. രുചിലതിന്റെ ലിബസതുമേറ്റി ഷൂക്കിംഗ് ബറിൻ സൈറായി നീങ്ങി. രുചിലതിന്റെ ലിബസതുമേറ്റി ഷൂക്കിംഗ് ബറിൻ സൈറായി നീങ്ങി. അതിശയിക്കും ഒരു കാഴ്ച കണ്ട് ആശുറ ഞെട്ടിടുന്നേ. ഇത നീങ്ങുന്നേ ബീവിയുമന്ന് മിഅതൈനു ദിർഹം കരമതിലേന്തി ജബലുകളും താണ്ടി നടന്നവർ സുഖതിലണഞ്ഞിടുന്നേ. അതാ ഓരോ നാളിങ്ങനെ അടിച്ചു പോവാൻ തുടങ്ങി. അപ്പൊ അതിന്റെ വയ്യാന്ന് പിന്നെ ഒരാളും പോകും. അപ്പൊ എല്ലാരും കൂലി പോയി മുന്നേ പോയ ആൾക്ക് കിട്ടും. ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു 2 മണിക്കൂർ സബൂർ ചെയ്ത് നിങ്ങൾ ഇരിക്കണം. മജ്ലിസിനെ അലങ്കോലപ്പെടുത്താൻ പാടില്ല. മജ്ലിസിന്റെ ഒരു ഹുർമത്തിനെ കളയാൻ പാടില്ല. എല്ലാരും ഇരിക്കണം. മക്കള് പിന്നെ പോവല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മദ്രസ എടുക്കുമ്പോ മക്കൾക്കൊരു പാടെടുത്ത് ഖിയാമത്ത് നാള് 3ാം ക്ലാസ്സിന്റെ പിള്ളേർ, ഗുരുത്തം കെട്ട പിള്ളേരാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാകട്ടെ, ആമീൻ ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. ജോറ് ചെല്ലി എന്നൊക്കെ ഒരു ജോറ് സലാത്തി അല്ലേ എല്ലാവരും ജോറ് ചെല്ലേ. എത്ര ജോറ് ഇത്! ഞാൻ ഒരു 3 റസൂലുള്ളാന്റെ പേര് ചൊല്ലുന്നു. നിങ്ങൾ ജോറ് നമുക്ക് ഇത് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കൂലി കിട്ടണ്ടേ? ജോറ് ചൊല്ലിക്കോ. കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ആലമീനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ, ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പേര് കേൾക്കുമ്പോൾ ജോറ് ഞങ്ങൾ സലാത്ത് ചൊല്ലിയെങ്കിൽ നമുക്ക് ഒരു കൂലിയുണ്ട്. എന്തറിയോ? സ്വലാത്ത് ജോറ് ചൊല്ലിയെങ്കിൽ നമ്മളെ മയ്യത്തിനെ ഖബറിൽ വെക്കുമ്പോ റസൂലുള്ളാന്റെ കൈ നമ്മളെ ശരീരത്തിലുണ്ടാവും. നബി തങ്ങൾ പറഞ്ഞത് എന്റെ പേര് കേൾക്കുമ്പോൾ നല്ല ഉന്മേഷത്തോടു കൂടെ, ഇൻട്രസ്റ്റോടു കൂടെ ഒരു സ്വലാത്ത് ജോറ് ചൊല്ലിയെങ്കിൽ അവൻ മരിച്ചിട്ട് അവന്റെ ഖബറിലേക്ക് അവന്റെ മയ്യത്ത് പോകുമ്പോ എന്റെ കൈ അവന്റെ മയ്യത്തിനെ ഇങ്ങനെ തടകും, സ്പർശിക്കും, തൊടൂന്ന. നമ്മ മരിച്ചിട്ട് ഖബറിലേക്ക് പോകുമ്പോ റസൂലുള്ളാന്റെ
മദീനത്തിലെ കൈ വന്നിട്ട് നമ്മളിങ്ങനെ തൊടണ്ടേ? അതിന് ഒരേ മരുന്ന്. നബിന്റെ പേര് എവിടെ കേട്ടാലും ഇരുന്നാളൊന്ന് എണിച്ചിട്ട് ഒരു സ്വലാത്ത് പറയാ. കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ആലമീനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസിന്റെ പിള്ളേർക്ക് പാടെടുത്ത് പാഠം 9 ഖിയാമത്ത് നാള്. പിതാക്കളെല്ലാം ഇങ്ങനെ നോക്കി, മക്കളെ ഖിയാമത്ത് നാൾ ചെന്ന് കൊന്തുണ്ട, ഭൂമിയെല്ലാം പൊടി പൊടിയാവും, ആകാശം കീഴ് വീഴും, പിന്നെ ഭൂമി മേലോട്ടാവും, എന്നിട്ടെല്ലാം മടിമേലായിട്ട് വലിയ ഗ്രൗണ്ട് ആവും, സൂര്യൻ ഉദിക്കും, ജനങ്ങൾ പേടിച്ചു ഓടും, എല്ലാം മരിക്കും. എല്ലാ പിള്ളേരും ഇങ്ങനെ നോക്കുന്നവാ. ഒരു കിടാവ് കേട്ട്, ഉസ്താ അന്ന് സാലക് രചയിക്കുക. എന്തിനാ ക്ലബ്ബ? ക്രിക്കറ്റ് കളിക്കും. ഇതാണ് അവസ്ഥ. ക്ലാസ് 5 ഖിയാമത്ത് സാലക് റജ. ഇതുപോലെ നമ്മൾ കഥ കേട്ടതാവാൻ പാടില്ല. കഥ കേട്ടത് ശരിക്കും നമ്മളെ തലയിലിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ആശുറ ബീവി ഇദാ നീങ്ങുന്നു ബീവിയുമന്ന് മിയത്തൈനി ദിർഹമു കരമതിലേന്തി ബഹ്റദിന്റെ ബർറദിൽ നീങ്ങി ഷൈറയവരടുത്തിടുന്നേ. ബഹുമാനപ്പെട്ട ആശുറ ബീവി ആ 200 വെള്ളിന്റെ കെട്ടും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. എങ്ങോട്ടില്ലാത്ത നടത്തം. അങ്ങനെ നടന്നു ബഹുമാനപ്പെട്ട ബീബി എത്തപ്പെട്ടത് ഒരു കടൽക്കരത്തേക്കാണ്. ഒരു കടൽക്കര.